കുഞ്ഞോളവിടെ അവളെ കൊണ്ട് മീൻ നന്നാക്കിക്കണല്ലോ. അല്ല ഈ ഇമ്മ രാവിലെ ഇപ്പം എങ്ങോട്ട് പോയതാ? എവിടൊക്കെ ഇപ്പൊ രാവിലെ തന്നെ പോയി പറയുമ്പോ ചായയും കൂടിയും കുടിച്ചിട്ട് ഇറച്ചിയൊക്കെ പോയിക്കാണല്ലോ. മറ്റേത് രാവിലെ തന്നെ ചായ അതിൽ ചെറിയ നെച്ചിങ്ങോട്ട് മണ്ടിങ്ങാണ്ട് വരുന്നതാ. ചായയും കുടിക്കാതെ ഒരു തൂക്കാത്രം കുടിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയി. എന്നാലും ഇന്നലെ കുഞ്ഞോൾക്ക് കിട്ടിയ നല്ല കണക്കായിപ്പോയി. ഓൻ്റെ ഊര ഈ ഇമ്മ എടുക്കായതാണ് രാവിലെ മുമ്പിലൂടെ കാണാനില്ല. ഇതിന് വിഷമത്തും വയ്യ. ചെറിനോട് ചോദിച്ചു. ഓ വെച്ച മനസ്സ് ഓ ഒന്നും അറിയാത്ത പോലെ കൊടുക്കണുണ്ടോ കൂതന. ഓഹോ ഞൊണ്ടി ചെറിൻ്റെ അടുത്തൊക്കെ പോകണ്ടല്ലേ. ബാവും ബാവാവും ബാവയ്യേ കുട്ടി തുടത്തി രാവിലെ തന്നെ തിക്ര സ്വലാത്തും ചൊല്ലിയിട്ട് ഒരൊറ്റ ചവിട്ട് വേണ്ട. ചിലപ്പം എൻ്റെ കാലുവാണെങ്കിൽ തച്ചൊടിച്ചെന്ന് വരും. എൻ്റെ കുട്ടിനെ നോക്കാത്ത കാലന്നെ വേണം. എന്നാലും എൻ്റെ ഷെരീഫ് ആങ്ങളുടെ പെങ്ങളായി പോയി. ഇല്ലെങ്കിൽ ഞാൻ ഷെറിയേ ചായ കാട്ടടി. ഇങ്ങോട്ട് വായിച്ച് കാല് ചവിട്ടി വിളിക്കാൻ വിചാരിട്ടൊന്നും ഞാൻ കേൾക്കണില്ലാന്നാണ്. അനക്കും എൻ്റെ തള്ളക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി. എന്നാലും മോളെ ഷെരീഫാത്ത എന്നോട് ഈ ചതി ചെയ്യണ്ടിനീല. എനിക്ക് ഷെരീഫാത്താൻ്റെ അവസ്ഥ പറയില്ല കുഞ്ഞോളെ. അറിഞ്ഞുകൊണ്ടല്ലേ ജി ഷെരീഫാത്താൻ്റെ അടുത്തേക്ക് ചൊറിയാൻ ചെന്നത്. അപ്പൊ എനിക്കിത് കിട്ടിയാ പോരാ, അതിന്റെ അപ്പുറം കിട്ടേണ്ടിയിരുന്നു. അതിന് ഞാൻ ഒന്നും ചെയ്യാൻ പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ വെറുതെ ഷെരീഫാത്താക്ക് സുഖമല്ലേ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അപ്പൊ എന്നെ തള്ളി ഉന്തിയിട്ട് ഈ പണി ചെയ്യുന്നൊക്കെ അറിയില്ലല്ലോ. അപ്പൊ വെറുതെ ഒരു സുഖവിവരം ചോദിക്കാൻ പോയതാ. ഷെരീഫാത്ത അഭിനയിക്കുകയാണോ അതോ ഷെരീഫാത്താക്ക് ശരിക്കുള്ള അസുഖമാണോന്നേ ടെസ്റ്റ് ചെയ്യാൻ പോയതല്ലേ ജി അല്ലേ? അതാ പറഞ്ഞതേ, സ്വന്തം കുയ്യെ ജന്നെ തോണ്ടിയെടുത്ത് വേറെ ഒന്നുമല്ല. ഷെരീഫാത്താന്റെ അവസ്ഥയെ അനക്കൊന്ന് വരണ്ടീന്ന്. അപ്പോൾ എനിക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. ഷെരീഫാത്തെ അത്രയും ആ കുട്ടിനെ പറ്റിങ്ങാണ്ട് സ്നേഹിച്ചിരുന്ന്.